ഹലോ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഇയർ നമ്മൾ ട്രിപ്പ് പോണത് മലേഷ്യക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിങ്ങും കാര്യങ്ങളാട്ടോ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ നമ്മളൊരു 9:30 ആയപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കല്ലേറ്റിങ്കര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്നാണ് നമ്മുടെ മലേഷ്യക്കുള്ള ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കല്ലേറ്റിങ്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ മാളൊക്കെ വന്നു. അപ്പോൾ മാളൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ശ്രീലങ്കൻ വീഡിയോയിൽ ഓൾറെഡി പരിചയപ്പെടുത്തിയിരിക്കുന്ന ഒരാളാണ് മാളു. അങ്ങനെ പിന്നെ ഞാനും മാളും കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് സുഖമായി ഉണ്ടായിക്കൊണ്ടുവന്നതാണ്. സോയാബീൻ ബിരിയാണി ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ സോയാബീൻ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. അതാണ് നമ്മൾ വന്ന ട്രെയിൻ കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ബസ്സിൽ കയറി. ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇറങ്ങി എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ എല്ലാം ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ പാസ്പോർട്ടൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ പാസ്പോർട്ടൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനി നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു 9:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ലോഞ്ചിലേക്കാണ് പോണത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുക്കാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ക്ലിയർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയോടൊപ്പം വോയിസ് കൊടുക്കാത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ലോഞ്ചിലേക്ക് പോവാണ്. ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ തന്നെ സൗണ്ട് കൊടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ലോഞ്ചിലെത്തി. നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി മാള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. ഫ്ലൈറ്റ് 9:30ക്കായിരുന്നു. കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലോഞ്ചിൻ്റെ പുറത്തിറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചു. അപ്പോൾ 9:30 ആയപ്പോഴത്തേക്കും പിന്നെ ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറി. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഫ്ലൈറ്റിലുള്ളത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാണ്. അങ്ങനെ നമ്മൾ കയറി ഫ്ലൈറ്റിലിരുന്നു. നല്ല നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അവർ കവർ ചെയ്യാനായിട്ടൊരു പുതപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ആയിരുന്നു വിൻഡോ സീറ്റ്, പക്ഷേ ഞാനാണ് ഇരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം. അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ അല്ല, എന്നാലും ഞാൻ വീഡിയോ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിനുള്ള ടൈമായി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ഒരു 1:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് ഞാനും അച്ചായും നോൺ വെജ് ആയിരുന്നു, അമ്മ വെജിറ്റേറിയൻ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഇതാണ് കേട്ടോ ഫുഡ്. അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ഹോട്ട് ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ മലേഷ്യൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കൊലാലംപൂറാണ് കേട്ടോ. മലേഷ്യയുടെ ക്യാപിറ്റലും കൊലാലംപൂർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഫ്രഷ് ആവുന്നത്. നമ്മൾ മോർണിംഗ് ആയിരുന്നു മലേഷ്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോവായിരുന്നു. അതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ഉള്ള പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാഷ്റൂമാണ് കേട്ടോ. മാളു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയേക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇനി നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ ലഗേജ് എടുക്കാനായിട്ട് പോകണം. ഫ്രഷ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ലഗേജൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മലേഷ്യനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ എല്ലാ ദിവസവും ട്രാവൽ ചെയ്യാൻ പോണത്. ഇതാണ് നമ്മുടെ ബസ്. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി അവിടെ എത്തി, ബസ്സിൽ കയറി. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ബാക്കിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ എല്ലാവരും വന്നു. നമ്മുടെ ജേണി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് മലേഷ്യയിൽ. ഫസ്റ്റ് ഡേ നമ്മൾ മോസ്കിലാണ്. ഒരു പിങ്ക് മോസ്ക് ഉണ്ട്. പിങ്ക് മോസ്കിലും അതുപോലെ തന്നെ ചൈനീസ് ടെമ്പിൾ, അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതാണ് മലേഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ മലേഷ്യ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ്. അപ്പോൾ മലേഷ്യയിൽ കുറേ ബീച്ചസ്, റെയിൻ ഫോറസ്റ്റ്, അതുപോലെ തന്നെ മലേഷ്യ എന്ന് പറയുന്ന ഒരു മിക്സ് ഓഫ് ചൈനീസ്, ഇന്ത്യൻ, യൂറോപ്പ് കൾച്ചറൊക്കെ ആയിട്ടാണ് വരുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊലാലംപൂറാണ്. അവിടെയാണ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് കേട്ടോ. പിന്നെ മലേഷ്യ ആയിട്ട് ബോർഡർ ചെയ്യുന്ന കുറച്ച് കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തായ്ലാൻഡ്, സിംഗപ്പൂർ, വിയറ്റ്നാം, ഇതൊക്കെ മലേഷ്യനായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രീസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അങ്ങനെ ഫുഡ് എന്ന് പറയുന്നത് പൂരി, അതുപോലെ തന്നെ ദോശ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു 56 പേരൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പിന്. അപ്പോൾ ഞാനെടുത്ത ഫുഡാണിത്. ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷും കൂടി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനും ആളും ഫുഡ് കഴിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ കിട്ടിയിരുന്ന മോർണിംഗ് ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ട്രാവലിംഗ് നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മലേഷ്യനെ പറ്റി ബാക്കി കാര്യങ്ങളൂടി പറഞ്ഞുതരാം. സിംഗപ്പൂരും മലേഷ്യയും തമ്മിൽ റോഡായിട്ടല്ല ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്നത്, ഓഷ്യനായിട്ടാണ് അവർ തമ്മിൽ ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ മലേഷ്യ ജോഗ്രഫിക്കലി ഡിവൈഡഡ് ഇൻറ്റു പെനിൻസുലാർ മലേഷ്യ ആൻഡ് ഈസ്റ്റ് മലേഷ്യ എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് പെനിൻസുലാർ മലേഷ്യ എന്ന് പറയുന്നത് സൗത്ത് ഓഫ് തായ്ലാൻഡും അതുപോലെ തന്നെ നോർത്ത് ഓഫ് സിംഗപ്പൂരുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി മലേഷ്യനെ പറ്റി പറയാനുള്ള കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ നമ്മൾ പോണത് പിങ്ക് മോസ്കിലാണ്. പിങ്ക് മോസ്ക് എന്ന് പറയുന്നത് അതായത് ഇത് ഫുള്ള് ഒരു റോസ് ടിൻഡ് ഗ്രാനൈറ്റ് കൺസ്ട്രക്ഷനാണ് ഈ ഒരു പിങ്ക് മോസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ എത്താൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മൾ ജസ്റ്റ് ബസ്സിലുള്ള ആ ഒരു വീഡിയോസാണ് ജസ്റ്റ് കാണിച്ചു തന്നത്. പിന്നെ പറയുകയാണെങ്കിൽ മലേഷ്യ ഒരു നല്ലൊരു നീറ്റായിട്ടുള്ളൊരു കൺട്രിയാണ്. അങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളെ നമുക്ക് റോഡിലൊന്നും കാണാൻ പറ്റില്ല. അത്രയും നീറ്റാണ് മലേഷ്യ ആ ഒരു കൺട്രി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, പിങ്ക് മോസ്ക് കേട്ടോ. അത് ഞാൻ പറയില്ല, നമ്മൾ ഈ ഒരു 4 ദിവസവും നമ്മൾ ആ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള കൊലാലംപൂരിൽ തന്നെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു 4 ദിവസവും. അപ്പോൾ നമ്മൾ ബസ് അവിടെ നിർത്തി നമ്മളിന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. 2 ക്ലൈമറ്റും ഉണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ വെയിലുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിൽ കാണും, അപ്പോൾ തന്നെ മഴയും പെയ്യും, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ.
അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ബസ് ഇതാ പോയി. ഇനി നമ്മൾ ബാക്കി നടന്ന് കാണാനുള്ള പ്ലേസുകളാണ് ബാക്കിയെല്ലാം ഉള്ളത്. അങ്ങനെ വെയിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടയൊക്കെ നിവർത്തിയിട്ടാണ് നടന്നത് അങ്ങോട്ട്. നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂട്. അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ പിങ്ക് മോസ്ക്. കുറച്ചും കൂടി നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, അപ്പോൾ ആ ഒരു പിങ്ക് മോസ്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പാർലമെൻ്റ് ആണുള്ളത്. അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ, നമുക്ക് പിങ്ക് മോസ്കിൽ മാത്രമേ എൻട്രി ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാർലമെൻറ്റ്, കണ്ടില്ലേ? അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല നമുക്ക്, പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, അത്രേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്താ ഈ കാണുന്നതാണ് പിങ്ക് മോസ്ക്. ആ പിങ്ക് ഗ്രാനൈറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കണോണ്ടാണ് അതിന് പിങ്ക് മോസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിങ്ക് മോസ്ക് ഇൻ മലേഷ്യ എന്ന് പറയുന്നൊരു പുത്ര മോസ്ക് ഇൻ പുത്രജയ എന്നാണ് പറയുന്നത്. ഒരു പ്രൊമിനൻറ്റ് ലാൻഡ്മാർക്കാണ് കേട്ടോ ഇവിടുത്തെ. പിന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 1997 ഈ ഒരു മോസ്കിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ നമ്മുടെ ഷൂസും ചപ്പൽസൊക്കെ എന്ത് ചെയ്യണം, അഴിച്ച് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കയറുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പർദ്ദ പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിടണം. അതിട്ടിട്ടേ കയറാൻ പറ്റുള്ളൂ. നമ്മുടെ ഹെയർ അങ്ങനത്തെ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല പുറത്ത്. ഫുള്ള് നമ്മൾ തല അടക്കം നമ്മൾ കവർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു ഡ്രസ്സ് നമ്മൾ ഫുള്ള് നമ്മുടെ തല അടക്കം നമ്മൾ കവർ ചെയ്യണ രീതിയിൽ വേണം ആ മോസ്കിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മോസ്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു മോസ്കായിരുന്നു. മാത്രമല്ല അവിടെ എല്ലാ റിലീജിയനുള്ള ആൾക്കാർക്കും കയറാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്കാണത്. ഞാൻ പറഞ്ഞില്ലേ പിങ്ക് ഗ്രാനൈറ്റ്, അതാണ് ആ ഒരു മോസ്കിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ പുറത്തേക്ക് കടന്നത്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മോസ്കിൽ. ഞാൻ പറഞ്ഞ എല്ലാ റിലീജിയനുള്ള ആൾക്കാർക്കും അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റും. അങ്ങനെ പിന്നെ ഞാനും മാളും കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു. പിന്നെ നമ്മൾ പുറത്തേക്ക് കടന്നപ്പോൾ വലിയൊരു പില്ലറൊക്കെ കണ്ടു. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു പർദ്ദ ഊരി കൊടുത്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും നമ്മുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ചൈനീസ് ടെമ്പിളാണ്. അതിന് മുന്നേ നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഗ്രൗണ്ട്. വലിയൊരു ഗ്രൗണ്ടായിരുന്നു കേട്ടോ. മലേഷ്യയുടെ ഫ്ലാഗ് അതൊക്കെ വെച്ചിരിക്കുന്ന വലിയൊരു ഗ്രൗണ്ടായിരുന്നു അത്. അപ്പോൾ ബസ് വരാൻ കുറച്ച് ലേറ്റായപ്പോൾ ഞാനും ചായയും കൂടി അങ്ങോട്ട് കടന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറേ പേര് വന്നില്ല. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ആ ഒരു ഗ്രൗണ്ടിലേക്ക് കയറിയുള്ളൂ. മാളുമൊക്കെ അവിടെ റെസ്റ്റ് എടുക്കായിരുന്നു. അപ്പോൾ മാളുവിൻ്റെ അടുത്തേക്ക് പിന്നെ ഞങ്ങൾ പോയിട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്ലേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൈനീസ് ടെമ്പിളാണ്. അപ്പോൾ ആ കാണുന്നതാണ് ചൈനീസ് ടെമ്പിൾ.
അപ്പോൾ വീഡിയോ ഓൾറെഡി നല്ല ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ചൈനീസ് ടെമ്പിളും ബാക്കി വീഡിയോസും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈനീസ് ടെമ്പിൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു.